ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ നടത്തി. ക്ഷേമനിധിയിൽ അംശദായ വർധനവിന് അനുസൃതമായി വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 4 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷനാണ് നടത്തിയത്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിയമമൂലം നടപ്പാക്കിയ അംശാദായ വർധനവിന് അനുസൃതമായി റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിയമത്തിൽ പറയുന്ന സർവീസ് പെൻഷൻ തൊഴിലാളികൾക്ക് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നടപ്പാക്കണം. സ്ത്രീ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം 15,000 രൂപയായി ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 4 1 ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷ കാലാവധി പൂർത്തിയാകാൻ പോകുന്ന ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മുന്നിൽ ക്ഷേമനിധിയുടെ കെടുകാര്യസ്ഥതയിൽ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിവേദന രൂപത്തിലും പലതരത്തിലുള്ള ഇടപെടലുകളും നാം നടത്തി. അതിൽ ഏറ്റവും പ്രധാനമാണ് തൊഴിലാളികളുടെ ക്ഷേമനിധി നിയമം 2 പ്രാവശ്യം അമെന്റ്മെന്റ് നടത്തി. 2008 2020 2020 വർദ്ധിപ്പിച്ച അംശാദായമാണ് 20-50 വർദ്ധിപ്പിച്ചത്. 20 രൂപ 50 വർദ്ധിപ്പിക്കുമ്പോൾ 50 രൂപയുടെ ആനുപാതിക സംഖ്യ റിട്ടയർമെന്റ് ആനുകൂല്യമായി തൊഴിലാളികൾക്ക് കൊടുക്കണം. നിയമത്തിൽ പറയുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം 2020 ശേഷമുള്ള അംശാദായ വർധനവിനനുസൃതമായി ആ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി കൊടുക്കാൻ കഴിയാതിരുന്നതിന്റെ ഭാഗമായി ഇന്നും അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 95 10 രൂപ നിയമത്തിൽ പറയുന്ന റിട്ടയർമെന്റ് ആനുകൂല്യമാണ് ഇന്നും കൊടുക്കുന്നത്. വലിയ ഇടപെടലുകൾ നടത്തിയിട്ട് പോലും ആ ആനുകൂല്യ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റ് സംവിധാനം ഇടപെടാത്തതിന്റെ ഭാഗമായി പ്രക്ഷോഭ സമരങ്ങളെ മുഖവിലക്കെടുക്കാതെ പോയതിന്റെ ഭാഗമായി നിയമം മൂലം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി സംഘടന കേരള ഹൈക്കോടതിയിലേക്ക് പോയി. ഏരിയ സെക്രട്ടറി കെ സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഓമനയമ്മ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവെൻഷനിൽ സംഘടനയുടെ തനത് ഉൽപ്പന്നമായ ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ വിപണനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.